ഈ തടാകമധ്യത്തിൽ 1400 മീറ്റർ വരെ ആഴമുണ്ട്. അക്കരെ ഫലസ്തീനാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 1300 അടി താഴെയാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ജോർഡാന്റെയും ഇസ്രായേലിന്റെയും ഇടയിലാണ് ഈ തടാകത്തിന്റെ സ്ഥാനം. അധ്യായം 29 അൻകബൂത്ത് 34-35 സൂക്തങ്ങളിൽ അല്ലാഹു പറയുന്നു: إنا منزلون على أهل هذه القرية رجزا من السماء بما كانوا يفسقون ولقد تركنا منها آية بينة لقوم يعقلون. ഈ നാട്ടുകാരുടെ മേൽ അവർ ചെയ്തുകൊണ്ടിരുന്ന അധർമ്മത്തിന്റെ ഫലമായി ആകാശത്തുനിന്ന് ഒരു ശിക്ഷ ഇറക്കുന്നതാണ്. തീർച്ചയായും ചിന്തിക്കുന്നവർക്ക് വ്യക്തമായ ഒരു ദൃഷ്ടാന്തം നാം അവശേഷിപ്പിച്ചിരിക്കുന്നു. എക്കാലത്തുമുള്ള സ്വവർഗ സംഭോഗികൾക്ക് ഒരു മുന്നറിയിപ്പായിട്ടാണ് അല്ലാഹു ഈ തടാകത്തെ നിലനിർത്തിയിരിക്കുന്നത്. സദോം നിവാസികളോട് ദൈവത്തിന് പ്രത്യേക വിരോധവും നമ്മോട് പ്രത്യേക സ്നേഹവും ഇല്ലെന്നോർക്കുക. ഭൗതിക ശിക്ഷകൾക്ക് പുറമെ ഭയാനകമായ നരകശിക്ഷയും പരലോകത്ത് അക്കൂട്ടർക്ക് ഒരുക്കിവെച്ചിട്ടുണ്ട്. ഈ ദുഷ്പ്രവർത്തനത്തിലേർപ്പെടുന്നവർ അതിൽ നിന്ന് പിന്തിരിയുക. ചരിത്രത്തിൽ നിന്ന് പാഠം പഠിച്ച് പരിശുദ്ധ ജീവിതം നയിക്കുക. യൂസുഫ് അലൈഹിസ്സലാം. യഅ്കൂബ് അഥവാ ഇസ്രായേൽ എന്ന പ്രവാചകന്റെ മകനായിരുന്നു യൂസുഫ് നബി. അദ്ദേഹം ഈജിപ്തിൽ ഭരണം നടത്തിയിരുന്നു. അക്കാലത്ത് 1000 ദിവസം കൊണ്ട് നൈലിന്റെ ശാഖയായി നിർമ്മിച്ച നദിയാണ് നഹ്ർ യൂസഫ്. 1000 ദിവസം അഥവാ അൽഫ് യൗം എന്ന പദം ലോപിച്ചുണ്ടായ അൽ ഫയ്യൂം പ്രദേശത്തുകൂടെയാണ് ഈ നദി ഒഴുകുന്നത്. ഈ നദി കാരണം ആ പ്രദേശം ഇപ്പോഴും പച്ച പിടിച്ചു നിൽക്കുന്നു. കൈറോയിൽ നിന്ന് 80 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറാണ് ഇതിന്റെ സ്ഥാനം. ശുഐബ് അലൈഹിസ്സലാം. ജോർഡാന്റെ തലസ്ഥാനമായ അമ്മാനിൽ നിന്ന് 135 കിലോമീറ്റർ ദൂരെ മദിയൻ പ്രദേശത്തേക്കുള്ള വഴിയാണിത്. അളവിലും തൂക്കത്തിലും കൃത്രിമം നടത്തി ജനങ്ങളെ ചൂഷണം ചെയ്യൽ പതിവാക്കിയിരുന്ന മദിയൻ ജനതയിലേക്ക് അല്ലാഹു അയച്ച ദൂതനായിരുന്നു ശുഐബ് നബി. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അളവിലും തൂക്കത്തിലും കൃത്യത പാലിക്കുക, അദ്ദേഹം തന്റെ ജനതയെ ഉപദേശിച്ചു. ഉപദേശം തുടർന്നുകൊണ്ടിരുന്ന അദ്ദേഹത്തെ അവർ പരിഹസിച്ചു. കച്ചവടത്തിൽ കൃത്രിമം നടത്തുന്നത് അവർ തുടർന്നു. എന്നാൽ അവരും അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടില്ല. അധ്യായം 11 ഹൂദ് 94-95. ولما جاء أمرنا نجينا شعيبا والذين آمنوا معه برحمة منا وأخذت الذين ظلموا الصيحة فأصبحوا في ديارهم جاثمين. നമ്മുടെ കൽപ്പന വന്നപ്പോൾ ശുഐബ് നബിയെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും
നാം രക്ഷപ്പെടുത്തി. അക്രമം ചെയ്തവരെ ഘോരശബ്ദം പിടികൂടുകയും ചെയ്തു. അങ്ങനെ നേരം പുലർന്നപ്പോൾ അവർ തങ്ങളുടെ പാർപ്പിടങ്ങളിൽ വീണുകിടക്കുകയായിരുന്നു. അളവിലും തൂക്കത്തിലും കൃത്രിമം നടത്തുന്നവർക്ക് എക്കാലത്തേക്കും മുന്നറിയിപ്പായി മദിയൻ താഴ്വര ശൂന്യമായി ഇപ്പോഴും കിടക്കുന്നു. അല്ലാഹു ശുഐബ് നബിയെ രക്ഷപ്പെടുത്തിയത് ജോർഡാനിലെ സൽത്തിന് സമീപത്തേക്കാണ്. അദ്ദേഹത്തിന്റെ ഖബർ ഈ പള്ളിക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. മൂസ അലൈഹിസ്സലാം 3200 വർഷങ്ങൾക്ക് മുൻപ് ഈജിപ്തിൽ ജനിച്ച പ്രവാചകനാണ് മൂസാ നബി. ഫിർഔൻ എന്ന സ്വേച്ഛാധിപതിയായ രാജാവ് ഇസ്രായേൽ വംശത്തിൽ ജനിച്ച എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലാൻ ആജ്ഞ പുറപ്പെടുവിച്ച സന്ദർഭത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. കുഞ്ഞിനെ പെട്ടിയിലാക്കി നൈൽ നദിയിൽ ഒഴുക്കുവാൻ അല്ലാഹു കൽപ്പിച്ചു. മൂസായുടെ മാതാവ് തദനുസൃതം പ്രവർത്തിച്ചു. നൈൽ നദി കൈറോ സിറ്റിയിൽ നിന്നുള്ള ദൃശ്യം. ഫിർഔന്റെ ഭാര്യയായിരുന്ന ആസിയ എന്ന മഹദി ഒഴുകിവന്ന പെട്ടിയിൽ നിന്ന് കുഞ്ഞിനെ കണ്ടെടുത്ത് ഫിർഔന്റെ കൊട്ടാരത്തിൽ എത്തിച്ചുവെങ്കിലും ഇസ്രായേൽ വംശത്തിലെ ആൺകുഞ്ഞായതിനാൽ ഫിർഔൻ അതിനെ കൊല്ലാൻ ഒരുങ്ങിപ്പുറപ്പെട്ടു. പക്ഷേ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി തീരുമാനം ഉപേക്ഷിച്ചു. കുഞ്ഞിന് മുല കൊടുക്കാൻ വളർത്തമ്മയെന്ന നിലയിൽ കുഞ്ഞിനെ മാതാവിന്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്കുകയുണ്ടായി. മാതാവാണെന്ന് ഫിർഔൻ അറിയാതെയാണ് ഏൽപ്പിച്ചു കൊടുത്തത്. പിന്നീട് മൂസ അലൈഹിസ്സലാം ഫിർഔന്റെ കൊട്ടാരത്തിൽ വളർന്ന യുവാവായി. ഒരിക്കൽ ഒരു അക്രമിയായ കിബ്തിയുടെ മർദ്ദനത്തിൽ നിന്ന് നിരപരാധിയായ ഒരു ഇസ്രായേലിനെ രക്ഷിക്കുന്നതിനിടയിൽ മൂസാ നബിയുടെ കൈയാൽ കിബ്തി കൊല്ലപ്പെട്ടു. അബദ്ധത്തിൽ സംഭവിച്ചുപോയ ഈ കൊലപാതകത്തിലെ പ്രതി എന്ന നിലയിൽ ഫിർഔന്റെ സൈന്യം തന്നെ വേട്ടയാടുന്നുണ്ടെന്ന വിവരം അറിഞ്ഞ മൂസാ നബി നാട് വിട്ടോടി. സിനായും ഇസ്രായേലിലെ നേഗേവ് മരുഭൂമിയും കടന്ന് 600 കിലോമീറ്ററിലധികം ഒറ്റയ്ക്ക് സഞ്ചരിച്ച് മദിയനിൽ അദ്ദേഹം എത്തി. പിന്നീട് നടന്ന സംഭവം ഖുർആൻ അധ്യായം 28 അൽ ഖസസ് 23 വിവരിക്കുന്നത് കാണുക. ولما ورد ماء مدين وجد عليه أمة من الناس يسقون ووجد من دونهم امرأتين تذودان قال ما خطبكما قالتا لا نسقي حتى يصدر الرعاء وأبونا شيخ كبير. മദിയനിലെ വെള്ളസ്ഥലത്ത് അദ്ദേഹം എത്തിയപ്പോൾ ആടുകൾക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ അതിനടുത്ത് അദ്ദേഹം കണ്ടെത്തി. അവർക്കിപ്പുറത്ത് ആടുകളെ തടഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കുന്ന 2 സ്ത്രീകളെയും അദ്ദേഹം കണ്ടു. അദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ പ്രശ്നമെന്താണ്? ആട്ടിടയന്മാർ വെള്ളം കൊടുത്ത് തിരിച്ചു പോകുന്നതുവരെ ഞങ്ങൾക്ക് വെള്ളം കൊടുക്കാനാവില്ല. ഞങ്ങളുടെ പിതാവാണെങ്കിൽ വലിയൊരു വൃദ്ധനുമാണ്. അവരുടെ ആടുകൾക്ക് തിരക്കിനിടയിൽ ചെന്ന് മൂസാ നബി വെള്ളം കോരിക്കൊടുത്തു. ഇതാണ് ഖുർആൻ പറഞ്ഞ ആ മദിയനിലെ വെള്ളസ്ഥലം. അധ്യായം 28 ഖസസ് 24 സൂക്തം.
فسقى لهما ثم تولى إلى الظل فقال رب إني لما أنزلت إلي من خير فقير. അങ്ങനെ അവർക്ക് വേണ്ടി